ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി 8ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ട്, ലാസ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെൽത്ത് സെക്ടർ മാത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പവർ സെക്ടർ, എനർജീസ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി, കമേഴ്ഷ്യൽ, നോൺ കമേഴ്ഷ്യൽ, കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, അതോടൊപ്പം എഡ്യൂക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ, പൊതുവായി അടിസ്ഥാന സൗകര്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹെൽത്ത്, ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടർ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്നതിനെക്കുറിച്ച് ചുരുക്കി ഞാൻ പറയാം. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പ്രധാനമായി പഠിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്, ഒരു രാജ്യത്തെ ജനങ്ങൾ ആരോഗ്യമുള്ള മനുഷ്യരാണ് എന്ന് എപ്പോഴാണ് പറയുക? പൊതുവെ നമുക്കറിയാം, ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ പറയും ഓക്കെ സുഖമാണ്, കുഴപ്പമില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ? ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം ആരോഗ്യമുള്ളവരാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ചില ക്രൈറ്റീരിയകളുണ്ട്. അത് നമ്മളിവിടെ എളുപ്പമുള്ള കാര്യമാണ്, നമ്മളിവിടെ ഓർക്കും. പിന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് PHC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ചെറിയ ഹോസ്പിറ്റൽ, ഒരു ഹാഫ് ഡേ ഉച്ച വരെയൊക്കെ നമുക്ക് ഡോക്ടേഴ്സിന് അവൈലബിൾ ആവുന്ന, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, ഒരു എക്സ്ട്രാ സ്റ്റാഫൊക്കെ ഉള്ള ചെറിയ ഹോസ്പിറ്റൽ. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ. ഇപ്പോൾ നമുക്ക് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത്, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റലാണ്. അതുപോലെ അപ്പോൾ ഈ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു 3 ടയർ സ്ട്രക്ചറാണ്. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ സെക്കൻഡറി ഹെൽത്ത് സെക്ടർ, പ്രൈമറി ഹെൽത്ത് സെക്ടർ, സെക്കൻഡറി ഹെൽത്ത് സെക്ടർ, ടേഴ്സറി ഹെൽത്ത് സെക്ടർ. അവിടെ പ്രൈമറി എന്ന് പറയുമ്പോൾ PHC, പിന്നെ കുറച്ച് ഹയർ ലെവലിൽ വരുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ വരും, പിന്നെ ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ കോളേജസ്, അതൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പിന്നീട് നമ്മൾ നോക്കുന്നത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മൾ നല്ല ആരോഗ്യ മേഖല അടിസ്ഥാന സൗകര്യമുള്ള രാജ്യമാണ് എന്ന് പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലേ? അതാണ് പിന്നെ പറയുന്നത്. പിന്നെ നമ്മുടെ ഗ്രാമങ്ങളിലെ ആരോഗ്യ ഹെൽത്ത് സെക്ടറിൻ്റെ സൗകര്യങ്ങൾ എത്രമാത്രം ഹോസ്പിറ്റലുണ്ട്, പിന്നെ സ്ത്രീകളുടെ ആരോഗ്യം, എല്ലാം നമുക്ക് പരിചയമുള്ള കാര്യമല്ലേ? ഓക്കെ, എന്തായാലും നമ്മൾ സാധാരണ ക്ലാസ് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യം ഇന്ന് പറയുന്നത്, അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജസ്റ്റ് ഒരു 2 തവണ നന്നായി കേട്ടാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയേണ്ട, അല്ലെങ്കിൽ കുറേ സമയം നീണ്ടുപോകും. ഹെൽത്ത് സെക്ടർ, ആരോഗ്യ മേഖല. ഹെൽത്ത് ഈസ് എ യാർഡ്സ്റ്റിക് ഓഫ് വൺസ് വെൽബീയിങ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെ സന്തോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യം, അല്ലേ? മാനസിക ശാരീരിക ആരോഗ്യം. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് പ്രോസസ് റിലേറ്റഡ് ടു ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് വികസനം, ഡെവലപ്മെൻറ്റിലൊക്കെ ആരോഗ്യം, ഹെൽത്ത് അത്യാവശ്യമായ കാര്യമാണ്. എ ഹെൽത്തി പോപ്പുലേഷൻ ഈസ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. ഒരു രാജ്യത്ത് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ്, കാര്യക്ഷമതയുള്ള വിഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. നമ്മൾ 5th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള മനുഷ്യരാണ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ മൂലധനമായി തീരുന്നതിൽ ആരോഗ്യത്തിന് വലിയ പങ്കില്ലേ? അപ്പോൾ ഹെൽത്തി ആയ ഒരു പേഴ്സൺ ആയിരിക്കണം. അവരാണ് ഏറ്റവും നല്ല വാല്യുബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇക്കണോമിസ്റ്റ് ജഡ്ജ് health conditions of the people of a country by looking at the following indicators. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഒരു രാജ്യത്തെ മനുഷ്യരുടെ ആരോഗ്യത്തെ മനസ്സിലാക്കുന്ന സൂചകാംഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെഷർമെൻറ്റ്. ഒരു രാജ്യത്തെ മനുഷ്യർ ഹെൽത്തി ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ടൂൾസ്, ഇൻഡിക്കേറ്റേഴ്സ്, സൂചകാംഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കാം. ഒരു 6 പോയിന്റ് നമ്മൾ പറയും, ജസ്റ്റ് അത് ഓർത്താൽ മതി. ഒന്നാമത്തേത് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക്. ഒരു രാജ്യത്തെ ശിശു മരണനിരക്ക്, അതായത് 5 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക്, അതായത് ജനിക്കുന്ന 1000 കുട്ടികളിൽ എത്ര പേര് മരിക്കുന്നു, ആ മരണനിരക്ക് കുറവാണെങ്കിൽ ആ രാജ്യത്തെ ആരോഗ്യ മേഖല നല്ലതാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ്. പിന്നെയോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്,
ഗർഭിണികൾ അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് അമ്മ മരിച്ചു പോകുന്ന അവസ്ഥ, അതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി. ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ പ്രസവ സമയത്തൊക്കെ മരിക്കുന്ന അവസ്ഥ. മുന്നെയൊക്കെ അത് വളരെ കൂടുതലായിരുന്നു. ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല വികസിച്ചത് കൊണ്ട് കുട്ടികളുടെ മരണനിരക്കും അമ്മമാരുടെ മരണനിരക്കും ശിശു മരണനിരക്കും അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച മരണനിരക്കൊക്കെ കുറവല്ലേ? അപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി നിരക്ക് കുറവാണെങ്കിൽ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ്. പിന്നെയോ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം. എല്ലാ ജനങ്ങളും ഒത്തിരി ആയിരുന്നു. അത് മുന്നെയൊക്കെ നമുക്കറിയാം ഒരു 34, 35, 40 വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ മരിച്ചു പോകുന്ന അവസ്ഥ. ഇപ്പം 70, 75 നമ്മൾ അസുഖം വന്നാലും ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ച് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട്? നല്ല ആരോഗ്യ മേഖലയായതുകൊണ്ട്. അപ്പോൾ ആയുർദൈർഘ്യം കൂടുന്നതിൻ്റെ അർത്ഥം ആരോഗ്യ മേഖല നല്ലതാണ് എന്നാണ്. പെട്ടെന്ന് മരിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആരോഗ്യ മേഖല വളരെ മോശമാണ്. പിന്നെയോ ഇൻസിഡൻസ് ഓഫ് ഡിസീസസ്, എപ്പോഴും അസുഖം വരുന്ന ഒരവസ്ഥ. അത് ആ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ എപ്പോഴും രോഗാതുരമായ ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖല നല്ലതല്ല എന്നാണ് അർത്ഥം. പിന്നെയോ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ആരോഗ്യ അടിസ്ഥാന സൗകര്യം. എന്തൊക്കെയാത്? ഹോസ്പിറ്റൽ, നല്ല ഹോസ്പിറ്റൽ, ഒത്തിരി ഹോസ്പിറ്റൽ ഉണ്ടാവണം. അവിടെ ഹോസ്പിറ്റൽ മാത്രം പോരാ, നല്ല ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ടാവണം. ഡോക്ടേഴ്സിന് പുറമെ നഴ്സുമാരുണ്ടാവണം, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവണം, മെഡിസിൻ ഉണ്ടാവണം, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി റൂംസ് ഉണ്ടാവണം, അവിടെ ഹോസ്പിറ്റൽ ബെഡ് ഉണ്ടാവണം, പരിശോധനയ്ക്ക് ആവശ്യമായ എക്സ്റേ, സ്കാനിങ്, ഇതുപോലെ ടൂൾസ്, ടെക്നോളജിയൊക്കെ ഉണ്ടാവണം. ഇതെല്ലാമാണ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ആരോഗ്യ മേഖല അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റല്, ഡോക്ടേഴ്സ്, അതർ സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, അതോടൊപ്പം മെഡിസിൻ, ഹോസ്പിറ്റൽ ബെഡ്, അതർ ടൂൾസ് എല്ലാം ചേർന്നാണ് ആരോഗ്യ മേഖല അടിസ്ഥാന സൗകര്യം. ഒത്തിരി നല്ല ടെക്നോളജി, നല്ല ഹോസ്പിറ്റലും നല്ല ഡോക്ടേഴ്സും ഒക്കെ ഉള്ള നാടാണെങ്കിൽ നമുക്ക് പറയാം ആ രാജ്യത്തെ ആരോഗ്യ മേഖല നല്ലതാണ് എന്ന്. അപ്പോൾ ഏതൊക്കെ ആരോഗ്യം നല്ലതാണ് എന്ന് കണക്കാക്കുന്ന സൂചകാംഗങ്ങൾ എന്തൊക്കെയാ? ശിശു മരണനിരക്ക്, പ്രസവത്തോടനുബന്ധിച്ചുള്ള അമ്മമാരുടെ മരണനിരക്ക്, ആയുർദൈർഘ്യം, പിന്നെ നമ്മളൊന്ന് പറയാൻ വിട്ടത് ന്യൂട്രീഷണൽ ലെവൽസ് എന്ന് പറഞ്ഞാൽ പോഷകാഹാരത്തിൻ്റെ അല്ലെ എത്രമാത്രം നല്ല പോഷകാംശങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പോവർട്ടി എന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര കലോറി കിട്ടണം ഭക്ഷണത്തിലൂടെ, റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും അതൊക്കെ കിട്ടുന്നുണ്ടോ? അങ്ങനെ ഹെൽത്തി ആയ ന്യൂട്രീഷ്യസ് ഫുഡ് തന്നെയാണോ കഴിക്കുന്നത്? അത് കഴിക്കാനില്ലാത്ത അവസ്ഥയെ നമുക്ക് പറയാം ആ രാജ്യത്തെ ആരോഗ്യ മേഖല പുവറാണ്. കാരണം അത് പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ബാലവാടി, അംഗനവാടി വഴിയൊക്കെ കുട്ടികൾക്ക് ഹെൽത്ത് മിക്സും പാലും ഒക്കെ കൊടുക്കുന്നില്ലേ? അതിലൂടെ അവർക്ക് ഹെൽത്തി ഫുഡാണ്, ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ഫുഡ് അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അത് കുട്ടികളുടെ വളർച്ചയെ സഹായിക്കും. ഓക്കെ, അപ്പോൾ 6 പോയിന്റ് ഏതൊക്കെയാണ്? ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണനിരക്ക്, ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി, ന്യൂട്രീഷൻ ലെവൽ, ന്യൂട്രീഷ്യസ് ഫുഡ് എത്രമാത്രം കിട്ടുന്നുണ്ട്, പിന്നെ ഇൻസിഡൻസ് ഓഫ് ഡിസീസസ്, രോഗാതുരമായ അവസ്ഥ, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ആരോഗ്യ അടിസ്ഥാന സൗകര്യം. ഓക്കെ, 6 പോയിന്റ് ഓർത്തേക്ക്. സിമ്പിളാണ്, പക്ഷേ എക്സാമിന് ചോദിക്കാറുണ്ട്. As a country develop, its infant mortality rate, maternal mortality rate and incidence of diseases decline. ഒരു രാജ്യം വികസിക്കുമ്പോൾ അവിടുത്തെ ശിശു മരണനിരക്കും സ്ത്രീകളുടെ അമ്മമാരുടെ മരണനിരക്കും അതോടൊപ്പം തന്നെ അസുഖങ്ങൾ വരുന്നതിൻ്റെ തോതും ഒക്കെ കുറയും. ബാക്കിയെല്ലാം വർദ്ധിക്കും. നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാൻ കിട്ടും, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കും, ആയുർദൈർഘ്യം വർദ്ധിക്കും, അതൊക്കെ വർദ്ധിക്കും. മറ്റേത് മരണനിരക്കൊക്കെ കുറയും. ആൻഡ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണേ. മുകളിൽ നമ്മൾ സൂചിപ്പിച്ച ആ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ പ്രൊഫഷൻ. ആരാ പാരാമെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ? ലാബ് ടെക്നീഷ്യൻ, ലാബിൽ ജോലി ചെയ്യുന്നവർ, പിന്നെ ഈ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും മരുന്ന് തരുന്നവരല്ലേ, മെഡിക്കൽ ഷോപ്പിലിരിക്കുന്നവരൊക്കെ പാരാമെഡിക്കൽ സ്റ്റാഫാണ്. പിന്നെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നവർ. ആൻഡ് paramedical professionals and beds, medical equipment and adequate medicines. It is very important that health infrastructure should be accessible to all people. എല്ലാ മനുഷ്യർക്കും ആരോഗ്യ അടിസ്ഥാന സൗകര്യം ലഭ്യമാകണം. ഹോസ്പിറ്റലും ഡോക്ടേഴ്സും മെഡിസിനും എല്ലാം ലഭ്യമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 2-3 സെൻറ്റൻസ്, 2-3 പോയിന്റോട് കൂടി നമുക്ക് എഴുതാം. ഹോസ്പിറ്റല്, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ്, ഹോസ്പിറ്റൽ ബെഡ്, മെഡിസിൻ, അല്ലെങ്കിൽ അതുപോലെ ലാബ് ടെക്നിക്സ്, മീൻസ് ടെക്നോളജി, മെഷീൻസ്, ഇതൊക്കെ നമ്മുടെ
ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കാറ്റഗറിയിൽ പെടുത്താം. ഇനി ഹെൽത്ത് സിസ്റ്റം എല്ലാം സിമ്പിൾ അല്ലേ, അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയണ്ടല്ലോ. ഓക്കെ, ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം എത്രയാണ്? അതും ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യാസ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഹെൽത്ത് കെയർ കൺസിസ്റ്റ് ഓഫ് 3 ടയർ സിസ്റ്റം. 3 ഘട്ടമായിട്ട് 3 ഘടനയായിട്ടാണ് പറഞ്ഞു. പ്രൈമറി ഹെൽത്ത് കെയർ, പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ഹെൽത്ത് കെയർ ആൻഡ് ടേഴ്സറി ഹെൽത്ത് കെയർ. ഓക്കെ, 3 പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി ഹെൽത്ത് കെയർ. നോക്കാം. പ്രൈമറി ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ അബൌട്ട് എഡ്യൂക്കേഷൻ. എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ അല്ലെങ്കിൽ നമ്മുടെ PHSC വീട്ടിൻ്റെ അടുത്തുള്ള ഈ ഹോസ്പിറ്റലുകളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്ററിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ അബൌട്ട് ഐഡൻറ്റിഫൈയിങ്, പ്രിവെൻറ്റിങ് ആൻഡ് കൺട്രോളിങ് ഡിസീസസ്. അസുഖമുണ്ടോ എന്ന് അറിയുക, അത് അസുഖം വരാതിരിക്കുക, നിയന്ത്രിക്കുക. ഇപ്പോൾ കൊറോണ വന്നപ്പോഴൊക്കെ പ്രൈമറി PHSCകൾ ഒരുപാട് പ്രവർത്തനം ചെയ്തു. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഫുഡ് കഴിക്കണം, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ഒരുപാട് വിദ്യാഭ്യാസം മീൻസ് അവയർനെസ് തന്നു. അതാണ് എഡ്യൂക്കേഷൻ അബൌട്ട് ഐഡൻറ്റിഫൈയിങ്. നമുക്ക് അസുഖം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, വരാതിരിക്കാൻ വേണ്ടി, വന്നാൽ മാറാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള എഡ്യൂക്കേഷൻ നമുക്ക് തരുന്നു, നമ്മളെ ബോധവാന്മാരാക്കുന്നു. പ്രൊമോഷൻ ഓഫ് ന്യൂട്രീഷ്യസ് ആൻഡ് ഇഷ്യൂ റിലേറ്റിംഗ് ടു വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. പ്രൊമോഷൻ ഓഫ് ന്യൂട്രീഷൻ, അതായത് നമുക്ക് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികൾക്കും ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നുണ്ട്, നല്ല സാനിറ്റേഷൻ ഫെസിലിറ്റി ഉണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുക, അതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുക. അതൊക്കെ PHSC ചെയ്യും. അവിടെ അതിനൊക്കെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ഇന്ന് ആ റോളൊക്കെ ചെയ്യുന്ന ആശാവർക്കർമാർ എന്ന രീതിയിലൊക്കെ PHSCയുമായി കണക്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. ഗർഭിണികൾ വാക്സിനേഷൻ എടുക്കുന്നുണ്ടോ, കാൽസ്യം ടാബ്ലറ്റ്, അയൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുത്തുവോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ PHSCനെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു PHSC ഉണ്ടാവും. ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് സർട്ടൺ ഡിസീസസ്. ഇപ്പോൾ നമുക്ക് മലേറിയ, ചിക്കൻ ബോക്സ്, മുണ്ടിനീരി ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സിനേഷൻ എടുത്തില്ലേ, അത് PHSC എന്നല്ലേ കിട്ടുക. പിന്നെ പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ്, അത്യാവശ്യം മെഡിസിനും ഒക്കെ കിട്ടും. ഇതൊക്കെയാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ചെയ്യുന്നത്. എന്താ? എഡ്യൂക്കേഷൻ അബൌട്ട് ഐഡൻറ്റിഫൈയിങ്, പ്രിവെൻറ്റിങ് ആൻഡ് കൺട്രോളിങ് ഡിസീസസ്, പ്രൊമോഷൻ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ, ഇമ്മ്യൂണൈസേഷൻ. മെറ്റേണൽ മീൻസ് പ്രസവ ഗർഭിണികൾ, ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് സർട്ടൺ ഡിസീസസ്, വാക്സിനേഷൻ, പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ്. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നമ്മളൊന്ന് ഓർത്താൽ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും PHSCയുടെ ധർമ്മം എന്തൊക്കെയാണ് എന്ന്. ഇനി നമുക്ക് നോക്കാം. ഇന്ത്യ ഹാസ് എ 3 ടയർ സിസ്റ്റം ടു പ്രൊവൈഡ് പ്രൈമറി ഹെൽത്ത് കെയർ. ദിസ് ഈസ് എസ് ഫോളോസ്. ഈ പ്രൈമറി ഹെൽത്ത് കെയറിൽ തന്നെ 3 ഘടനകളായിട്ടാണ്, 3 സ്ട്രക്ചർ ടയർ, 3 ടയർ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തേത് സബ് സെൻറ്റേഴ്സ് കാറ്ററിംഗ് ടു എ പോപ്പുലേഷൻ അബൌട്ട് 5000. അതായത് 5000 ജനങ്ങളുള്ള അതിൻ്റെ നടുക്ക് ഒരു PHSC ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 5000 ജനങ്ങൾക്ക് ഒരു PHSC എന്ന രീതിയിൽ PHSC ഉണ്ടായിരിക്കണം. പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് അറ്റ് ബ്ലോക്ക് ലെവലിലും PHSC ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ, ജില്ലാ തലത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ചില നാട്ടിൽ ചില ഏരിയയിലൊക്കെ പറയും PHSC എന്നല്ല പറയുക, അവിടെ CHSC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്നാണ് പറയുക. അത് PHSCൻ്റെ അത്രയും PHSCനേക്കാൾ തൊട്ട് മുകളിലുള്ള, അതായത് കുറേ ജനങ്ങൾ ഉള്ളപ്പോഴുണ്ടാവുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. PHSCയിൽ ഒരു ഡോക്ടർ ഉച്ചവരെ ഉള്ളൂ എങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഒരു ഡോക്ടറല്ല, ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം വരെയൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ PHSCയുടെ തൊട്ട് മുകളിലാണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെ സൗകര്യങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഏറ്റവും അടുത്തുള്ളത് പറശ്ശിനിക്കടവിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്. അമ്മയും കുട്ടിയും എന്നുള്ള കുട്ടികൾക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റലിൻ്റെ അപ്പുറം നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെയൊക്കെ അടുത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ നമ്മുടെ ഏഴോം ഹെൽത്ത് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടുത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ടയറായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രൈമറി ഹെൽത്ത് 5000 ഫാമിലീസ് അല്ല 5000 പോപ്പുലേഷൻ ഉള്ള ഏരിയയിൽ ഒരു PHSC ഉണ്ടായിരിക്കും. പിന്നെ ബ്ലോക്ക് ലെവലിൽ PHSC ഉണ്ടായിരിക്കും. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതായത് PHSCയേക്കാളും കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള. ഇനി സെക്കൻഡറി ഹെൽത്ത് കെയർ, പ്രൈമറി ഹെൽത്ത് കെയർ ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അത് തന്നെ 3ആയി ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു.
ഇനി സെക്കൻഡറി, when patients need advanced health care, they are referred to secondary or tertiary hospital which have facilities of X-ray, scanning, ECG, surgery, etc. Secondary health care facilities are available in district headquarters. ഞാൻ പറഞ്ഞു നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള താലൂക്ക് നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് നമ്മൾ പറയുന്നത് സെക്കൻഡറി ഹെൽത്ത് കെയർ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താ? എക്സ്റേ, സ്കാനിങ്, ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഡെലിവറി നടക്കും, ഓപ്പറേഷൻ നടക്കും, എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്ററിൽ നിന്ന് പ്രൈമറി ഹെൽത്ത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലുള്ള ഡോക്ടേഴ്സിന് ഡീൽ ചെയ്യാൻ പറ്റാത്തത് ഇതുപോലെ തൊട്ട് മുകളിലുള്ള താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് ലെവലിലുള്ള സെക്കൻഡറി ഹെൽത്ത് കെയർ സെൻറ്ററിലേക്ക് അവർ വിടും. ഓക്കെ, അവിടുന്ന് പറ്റാത്തത് അതിൻ്റെ അപ്പുറം മെഡിക്കൽ കോളേജിലേക്കൊക്കെ വിട്ടേക്കാം. മാത്രമല്ല ചിലപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിലേക്കും വിട്ടേക്കാം. ഇനി മൂന്നാമത്തേത് ടേഴ്സറി ഹെൽത്ത് കെയർ. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ഹെൽത്ത് കെയർ, ടേഴ്സറി ഹെൽത്ത് കെയർ. ടേഴ്സറി മൂന്നാമത്തേത് ഏതാ? ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയറിൽ കുറച്ച് സൗകര്യം ഉണ്ടാവുള്ളൂ, എന്നാൽ സെക്കൻഡറി വരുമ്പോൾ അവിടെ ECG, എക്സ്റേ, സ്കാനിങ്, ഓപ്പറേഷൻ തിയേറ്റർ ഇതൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ സ്കാനിങ് മെഷീനൊക്കെ ഉണ്ടായിരിക്കും. ടേഴ്സറിയിൽ വരുമ്പോഴോ അതിനേക്കാൾ വലിയ മെഡിക്കൽ കോളേജ്, അതായത് ഡോക്ടേഴ്സിനൊക്കെ പഠിപ്പിക്കുന്ന ഹയർ ലെവൽ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. ദീസ് അതായത് ടേഴ്സറി നോക്കാം. Tertiary health care, these institutions are those at the top of the health care and medical education and research. They provide medical care, impart medical education and involve in advanced medical research. അതിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ വലിയ വലിയ ഹോസ്പിറ്റലിൻ്റെ പേരാണ് കൊടുത്തത്. എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, നിംഹാൻസ് ബാംഗ്ലൂർ, എയിംസ് ഡൽഹി, ഇതൊക്കെ ടേഴ്സറി ഹെൽത്ത് കെയർ സെൻ്റർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മാത്രമല്ല, നമ്മുടെ ജില്ലകളിൽ തന്നെ മെഡിക്കൽ കോളേജസ് ഒക്കെ ഉണ്ട്. അവരും ടേഴ്സറി ഹെൽത്ത് കെയറിലേക്ക് നമുക്ക് വേണപ്പെടുത്താം. കാരണം അവിടെയും മെഡിക്കൽ സ്റ്റുഡൻസിനുള്ള വിദ്യാഭ്യാസവും റിസർച്ചും ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ മെഡിക്കൽ കോളേജസ് എന്ന് നമുക്ക് വേണം പൊതുവായിട്ട് പറയാം ടേഴ്സറി ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ 3 ടയർ സിസ്റ്റമാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഫസ്റ്റ്, പിന്നെ സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റലൊക്കെ വിടും. അവിടെയും നമുക്ക് അത്യാവശ്യം ഹയർ ലെവൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടും. അതിൻ്റെയും മുകളിൽ മെഡിക്കൽ റിസർച്ചും മെഡിക്കൽ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുകയും നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ പഠിച്ചിറങ്ങുന്ന കോളേജസ് ഒക്കെ ഉള്ളതാണ് ടേഴ്സറി, അതായത് മെഡിക്കൽ കോളേജസ് അല്ലെങ്കിൽ തേർഡ് സ്ട്രക്ചറിലുള്ളതെന്ന് പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഒന്ന് നന്നായി കേൾക്കുക. ഇനി പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യയിലെ പൊതുവായ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രമാത്രമാണ്, അത് നമ്മുടെ ആരോഗ്യത്തെ എത്ര ബാധിക്കുന്നത് ഒരു കണക്കാണ്. അതായത് ഇന്ത്യയിലെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യവും എത്രമാത്രമാണ് എന്ന രീതിയിലുള്ളൊരു കണക്കാണ്. നമുക്ക് നോക്കാം. Community health centers and primary health centers and health centers have substantially improved access to health care in 2000. India had 3,000 community health centers, 24,000 primary health centers and 140,000 sub-centers. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരുപാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സും പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് തന്നെ സബ് സെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്. നമുക്കറിയാം ഈ കണക്ക് മാത്രമല്ല, ഇത് കുറവാണ്. ഇതിനേക്കാൾ ഇതിപ്പം 2000-ലെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 20 വർഷം മുന്നേ ഉള്ള കണക്കാണ്. ഇന്ന് ഒരുപാട് ഇതിനേക്കാൾ ഹോസ്പിറ്റലും സെൻറ്റേഴ്സും ഒക്കെ കൂടിയിട്ടുണ്ട്. Hospital dispensaries and health centers need medical personnel and paramedical professionals like nurses, pharmacists, laboratory technicians, etc. There has been a big expansion in India's health infrastructure after independence. This is evident from the following table. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ ഒരുപാട് വർധനവ് വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് സെക്ടറിലുണ്ട്, പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്. അപ്പോൾ അത് ആരോഗ്യ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടി, ഡോക്ടർമാരുടെ എണ്ണം കൂടി, നഴ്സുമാരുടെ എണ്ണം കൂടി, പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം കൂടി, എല്ലാം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡാറ്റയാണ് നമ്മളടുത്ത ടേബിളിൽ കാണാൻ പോകുന്നത്. ജസ്റ്റ് ടേബിൾ നോക്കി മനസ്സിലാക്കിയാൽ മതിയേ. പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ഇൻ 1951 to 2013. 1951 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2013 വരെയുള്ളൊരു കണക്കാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, 3 വർഷത്തെ കൊടുത്തിട്ടുണ്ട്. 51, 2000, 2013, 2014. ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം വർദ്ധിച്ച് നോക്കിയേ,
2694 എണ്ണാണ് 1951 ഉണ്ടായേ. പിന്നെ 10 വർഷം മുന്നേ അല്ലെങ്കിൽ 2013-14 ആകുമ്പോഴേക്കോ 19,000. എത്ര ഇരട്ടിയെ വർദ്ധിച്ച് നോക്കിയേ. അതുപോലെ ഹോസ്പിറ്റൽ ഡിസ്പെൻസ് ബെഡിന്റെ എണ്ണം കൂടിയത് നോക്കിയേ. 1,17,000 നിന്നും 6,28,708. ഡിസ്പെൻസറീസ് കൂടി, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കൂടി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ഇവിടെ വരയിട്ടിരിക്കുന്ന ഡാറ്റ ലഭ്യമല്ലാത്തത് കൊണ്ടാണ്, കൃത്യമായ ഡാറ്റ ലഭ്യമല്ലാത്തത് കൊണ്ട്. ഡാറ്റ ഇല്ലായിട്ടല്ല, ഈ വരയിട്ടിരിക്കുന്ന കൃത്യമായ ഡാറ്റ ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ടേബിളിൽ നോക്കി മനസ്സിലാക്കിയാൽ മതി ആ വർധനവ്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് എത്രമാത്രം ആരോഗ്യ മേഖല വികസിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണ്. ദ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഇൻക്രീസ്ഡ് ആയി, നമ്പർ ഓഫ് ഹോസ്പിറ്റൽ ബെഡ് അതായത് കിടത്തി ചികിത്സക്കുള്ള ബെഡ് വർദ്ധിച്ചു, പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ എണ്ണം വർദ്ധിച്ചു. ഇതെല്ലാം നമുക്ക് ടേബിളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ആ ഒരു പാരഗ്രാഫ് നോക്കാം. കറക്റ്റ് ഡാറ്റയാണ് ഇത്. മീൻസ് അന്നത്തെ കാലത്ത് ഇന്ന് ഒരുപാട് കൂടി. The number of doctors increased from 62,000 to 5 lakh and number of nursing staff. ഇത് 62,000 ഡോക്ടേഴ്സ് അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ 5 ലക്ഷത്തിലധികം ഡോക്ടേഴ്സായി. അതുപോലെ നഴ്സിംഗ് സ്റ്റാഫ് 18,000 നിന്ന് 8.7 ലക്ഷം. ഇംപ്രൂവ്മെന്റ് ഇൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ന്യൂ ഡ്രഗ്സ്, പുതിയ നല്ല മെഡിസിൻസ്, വാക്സിൻ എനേബിൾസ് ടു ഇറാഡിക്കേറ്റ് ഡിസീസസ് ലൈക്ക് സ്മോൾ പോക്സ്, പോളിയോ, ലെപ്രോസി. നമ്മൾ പറയില്ലേ ക്ഷയം, കുഷ്ഠം എന്നൊക്കെ പണ്ട് പറയുന്ന അസുഖങ്ങളില്ലേ, ചുമച്ച് തുപ്പുക, അതുപോലെ പാടുകൾ പോലെ കുഷ്ഠം, ചൊറി, പുണ്ണ് പോലെ വരും. അതൊന്നും ഇന്ന് അധികം ആർക്കും കാണാനില്ല. കാരണം നമ്മുടെ ആരോഗ്യ മേഖല അത്രയും വികസിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രൈവറ്റ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഗവൺമെന്റിന്റെ മാത്രമാണ് ഏകദേശം പറഞ്ഞിരിക്കുന്നത്, പൊതുവായിട്ട് ബാധകമാണ് പറഞ്ഞതൊക്കെ. എന്നാലും സ്വകാര്യ മേഖലയിലുള്ള ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രമാത്രമാണ് എന്ന് നോക്കാവുന്നതാണ്. സ്വകാര്യ മേഖലയിൽ എത്രമാത്രം ആരോഗ്യ അടിസ്ഥാനം, ഇന്ന് നമുക്കറിയാം ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ വരുന്നില്ലേ. നോക്കാം. പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ഹൈലി ഇനാഡിക്വേറ്റഡ് ആൻഡ് സാറ്റിസ്ഫാക്ടറി കമ്പയർഡ് ടു ദ ഡിമാൻഡ് for health care. This has led to a phenomenal growth of the private health sectors. This is evident from the following fact. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ എണ്ണം, അവൈലബിൾ ആയ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ട് എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ മാത്രം ഇല്ല. അതുകൊണ്ട് സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഉയർന്നു വന്നു. നോക്കാം അതിൻ്റെ കണക്ക്. ദ പ്രൈവറ്റ് സെക്ടർ റൺ മോർ ദാൻ 70% ഓഫ് ഹോസ്പിറ്റൽ ഇന്ത്യ. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം നോക്കിയാൽ അതിൽ 100 എണ്ണം എടുത്താൽ അതിൽ 70 എണ്ണവും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. 40% ഓഫ് ബെഡ്സ് അവൈലബിൾ ഹോസ്പിറ്റലാണ് പ്രൈവറ്റ്. നമ്മുടെ മൊത്തം ഹോസ്പിറ്റൽ ബെഡ്സിന്റെ എണ്ണം ഇന്ത്യയിലെ നോക്കിയാൽ അതിൽ 40% പ്രൈവറ്റിലാണ്. മോർ ദാൻ 60% ഡിസ്പെൻസറീസ് ആർ റൺ ബൈ പ്രൈവറ്റ്. ഒരു 60-ലധികം ഡിസ്പെൻസറീസും പ്രൈവറ്റ് ആണ്. ദർ ഹാസ് ബീൻ എ മഷ്റൂം ഗ്രോത്ത് ഓഫ് മെഡിക്കൽ എന്റർപ്രൈസസ്, മോസ്റ്റ് ഓഫ് ദം ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ്. In 2001 and 2002, there were more than 13 lakh medical enterprises in India, in our country. നമ്മുടെ രാജ്യത്ത് ഒരുപാട് മെഡിക്കൽ സ്ഥാപനങ്ങൾ, മെഡിക്കൽ സംരംഭങ്ങൾ, മെഡിസിൻ ഉണ്ടാക്കുന്ന കാര്യത്തിലാവട്ടെ, ഹോസ്പിറ്റൽസിൻ്റെ കാര്യത്തിലാവട്ടെ, ഇങ്ങനെ ഒരുപാട് പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. In recent time, there has been an explosive growth of medical colleges in private sector. സ്വകാര്യ മേഖലയിൽ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജസ് വരെയും സ്റ്റാർട്ട് ചെയ്തു. The Indian pharmaceutical industry is completely dominated by private sector. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതായത് നമ്മളെ മെഡിസിൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി, അത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെക്ടറിലാണെന്ന് പറയാം അല്ലേ. ഇപ്പം നമ്മുടെ ഏത് വാക്സിനേഷനും എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന മെയിൻലി പ്രൈവറ്റ് സെക്ടറാണ്. അവർക്ക് കോൺട്രാക്ട് കരാറ് കൊടുത്തുകൊണ്ട് അവർ ചെയ്യുവാണ്. ഓക്കെ, പക്ഷെ എന്തൊക്കെയാണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ഇതൊക്കെ കൊണ്ടുവന്നത് കൊണ്ടുള്ള ഗുണം നമുക്കുണ്ടല്ലോ, ഉണ്ട്. ജസ്റ്റ് അപ്പോൾ പ്രൈവറ്റ് സെക്ടർ എത്രമാത്രം നമ്മുടെ ആരോഗ്യ മേഖലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിലൂടെ കണ്ടത്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ് മെഡിക്കൽ ടൂറിസം പ്രോസ്പെക്റ്റ് ഫോർ ഇന്ത്യ. അതായത് നമ്മുടെ ആരോഗ്യ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി വിദേശത്ത് നിന്ന് ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്ക് നമ്മുടേതായ ഒരു ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ട് അല്ലേ, ആയുഷ് എന്ന് പറഞ്ഞ്. അത് നമ്മളിവിടേക്ക് അത് കിട്ടാൻ വേണ്ടി ആയുർവേദ ട്രീറ്റ്മെൻറ്റിന്, നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റിനൊക്കെ ഒത്തിരി ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നില്ലേ. അതിലൂടെ നമുക്ക് ഒത്തിരി വരുമാനം ഉണ്ടാവുന്നു. നോക്കാം. മെഡിക്കൽ ടൂറിസം ഈസ് എ ടൂറിസം ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, രോഗശമനത്തിനും ആരോഗ്യത്തിനും വേണ്ടി ജനങ്ങൾ ഇവിടത്തേക്ക് വരുന്നു, അന്യ രാജ്യത്തുനിന്ന് പോലും. ഫോർമലി
ഇന്ത്യൻസ് വേർ ഗോയിങ് എബ്രോഡ് ഫോർ ട്രീറ്റ്മെൻറ്റ്. ആദ്യം ഇന്ത്യക്കാർ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിലും ലണ്ടനിലൊക്കെയാണ് ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നത്. ഇന്ന് മറ്റ് രാജ്യത്തുള്ളവർ ഇന്ത്യയിൽ വരുന്നു. നൗ ദ റിവേഴ്സ് ഈസ് ഹാപ്പണിങ്. ഫോറിനേഴ്സ് ആർ കമ്മിങ് ടു ഇന്ത്യ ഫോർ ട്രീറ്റ്മെൻറ്റ്. എന്തുകൊണ്ട്? നമ്മളിവിടെ അത്രയും നല്ല സൗകര്യമുണ്ട്. കാരണം ഇന്ത്യ ഹാസ് ഹൈലി അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രീറ്റ്മെൻറ്റ്. നല്ല ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അവൈലബിലിറ്റി ഓഫ് ഹൈലി ക്വാളിഫൈഡ് സ്പെഷ്യലിസ്റ്റ്, വിദ്യാസമ്പന്നരായ ഡോക്ടേഴ്സും നേഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫും ഉണ്ട്. ഇന്ത്യയിലെ ഡോക്ടേഴ്സും നേഴ്സുമാരും വിദേശ രാജ്യത്ത് പോലും ഒത്തിരി ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം അത്രയും വിദഗ്ധരാണ്. വെൽ ഡെവലപ്ഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, നല്ല വികസിച്ച മരുന്നുണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. കോസ്റ്റ് ഓഫ് മെഡിസിൻ ഇന്ത്യ ഈസ് മോർ ഓഫ് ദി ലോവസ്റ്റ് ഇൻ ദ വേൾഡ്. കോസ്റ്റ് ഓഫ് മെഡിസിൻ ഇൻ ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ലോവസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മരുന്നിൻ്റെ വില കുറവാണ്, ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവും കുറവാണ്. നമുക്ക് തോന്നും വലുതാണ് എന്ന്, പക്ഷെ മറ്റ് രാജ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവും മരുന്നിൻ്റെ വിലയും ഒക്കെ കുറവാണ്. അതുകൊണ്ടും ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നു. എക്സ്പെൻഡിച്ചർ ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി ലോ കമ്പയർ ടു ദ എക്സ്പെൻഡിച്ചർ ഇൻ ഡെവലപ്ഡ് കൺട്രി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആരോഗ്യ സംരക്ഷണത്തിന് വരാൻ എന്താ കാരണം? ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്, ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സും സ്റ്റാഫും ഉണ്ട്, നല്ല ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, നല്ല മരുന്ന് വ്യവസായങ്ങളുണ്ട്, ഉണ്ടാക്കുന്ന വ്യവസായങ്ങളുണ്ട്, മരുന്നിൻ്റെ വില കുറവാണ്. അതിന് പുറമെ തന്നെ ഇവിടെ മൊത്തം ട്രീറ്റ്മെൻറ്റ് ചിലവും മറ്റ് രാജ്യങ്ങളെക്കാൾ കുറവാണ്. ഇതൊക്കെ നമുക്ക് ഒരിക്കൽ വായിച്ചോർക്കാൻ പറ്റൂലേ? പറ്റും. ദി എബോവ് ഫാക്ടേഴ്സ് മേക്ക് ഇന്ത്യ ആൻ അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ഫോർ മെഡിക്കൽ ടൂറിസം. ഇതൊക്കെയാണ് ഒത്തിരി ജനങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരാനുള്ള കാരണം. 1,50,000 foreigners came to India for medical treatment in 2004 and 5. 2004-5 ഒരു 15 വർഷം മുന്നേ 1,50,000 ഫോറിനേഴ്സ് ഇന്ത്യയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയേ എത്രമാത്രമാണ് നമ്മുടെ മെഡിക്കൽ ടൂറിസം എന്ന്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രാധാന്യം കണ്ടു. മെഡിക്കൽ ടൂറിസം, അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ടൂർ വരിക മറ്റ് സ്ഥലത്ത് നിന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടൂറിസത്തിൽ തന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഓർക്കാൻ എളുപ്പമാണ്. അതായത് ഇന്ത്യയുടെ തനത് പാരമ്പര്യം. നമ്മൾ ഈ കഴിക്കുന്ന പാരസെറ്റാമോളൊക്കെ അലോപ്പതി മെഡിസിനാണ്, അത് നമ്മുടെ മെഡിസിൻ അല്ല. ഇന്ത്യയുടെ മെഡിസിൻ ഏതൊക്കെയാണ്, ഇന്ത്യൻ സിസ്റ്റം ഏതൊക്കെയാണ് എന്നാണ്. അത് ഓർക്കാൻ എളുപ്പ വഴിയുണ്ട്. ഒറ്റ വാക്ക് ഓർത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ആയുഷ് എൻ ഓർത്താൽ മതി. ആയുഷ് എൻ എന്താ? ആയുഷ് AYUSHN. എ എന്താ? ആയുർവേദ, വൈ യോഗ, യുനാനി, ആയുഷിലെ എസ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി ആൻഡ് എൻ നാച്ചുറോപ്പതി. അപ്പോൾ ആയുഷ് എൻ, എ ആയുർവേദ, അത് നമ്മളെ ബുക്കിൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ വൈ യോഗ, യുനാനി, എസ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി, പിന്നെ ഒരു എണ്ണം കൂടി ചേർക്കുക നാച്ചുറോപ്പതി. അപ്പോൾ 6 പേര് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ 6 നമുക്കുള്ളത്. അതിന് ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ ആയുഷിൻ്റെ പല പ്രോഡക്റ്റൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ പേര് വെച്ചിട്ടാണ് അതൊക്കെ വരുന്നത്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലോപ്പതി പാരസെറ്റാമോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ പെടുന്നതല്ല, അത് അലോപ്പതിയാണ്. അത് ഇംഗ്ലീഷ് മരുന്ന് എന്നൊക്കെ പറയുന്നില്ല. ഇംഗ്ലീഷ് മരുന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? പുറത്തുനിന്നുള്ള മരുന്നായതുകൊണ്ട്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള എന്നുള്ള രീതിയിലാണ് നമ്മൾ, വിദേശത്ത് നിന്നുള്ള ഇൻ്റർനാഷണൽ എന്ന രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മളത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി എല്ലാം ഈ പറഞ്ഞ 6 ഫസ്റ്റ് ലെറ്റർ ഇട്ടുകൊണ്ട് നമ്മൾ ആയുഷ് എൻ എന്ന് ഓർക്കുക. ഓരോന്നിൻ്റെ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഒന്ന് വായിക്കാം. India is famous for the own indigenous system of medicine. Indigenous means ഇന്ത്യയുടെ സ്വന്തം. Indian system of medicine comprises 6 systems. Ayush and നമുക്കറിയാം. An important advantage of Indian system of medicine is that it is less expensive. Also, side effect of treatment are less compared to allopathy. Ayurvedic treatment is emerging as a major tourist attraction and foreign exchange earner. നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് മാത്രം വരുന്ന ഫോറിനേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ എന്താ കാരണം? ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന് സൈഡ് ഇഫക്റ്റ് ഇല്ല.
അതിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന്, അതായത് അലോപ്പതി മെഡിസിനൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. നമ്മുടെ മെഡിസിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. യോഗക്കെല്ലാം എന്ന സൈഡ് ഇഫക്റ്റ് നേരിട്ടുണ്ടോ? തെറ്റിപ്പോയാലും അത് കണ്ടിന്യൂസ് ആയാലേ വലിയ പ്രോബ്ലം ഒന്നും എന്നാലും ഉണ്ടാവില്ല. യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനാണ്. സൈഡ് ഇഫക്റ്റ് കുറവാണ്, ചിലവും കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. നമുക്ക് എളുപ്പം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ക്രിട്ടിക്കൽ അപ്രൈസൽ. നമ്മളിപ്പോൾ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ നമ്മൾ പറഞ്ഞു. നമ്മുടെ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം നമ്മൾ പറഞ്ഞു. ആരോഗ്യ മേഖലയെ തന്നെ 3ആയി തിരിക്കാം: പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. PHSC പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, മെഡിക്കൽ കോളേജസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനൊരു വിമർശനാത്മകമായി വിലയിരുത്തലാണ് അടുത്ത ഭാഗം. അതിന് പുറമെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ഇന്ത്യ ഇൻ കമ്പാരിസൺ ടു അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളുമായി നമ്മുടെ ആരോഗ്യ സൂചകങ്ങളെ, ആരോഗ്യ സൂചനകൾ അല്ലെങ്കിൽ സൂചകാംഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ? ലൈഫ് ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, ഗർഭിണികൾ അല്ലെങ്കിൽ പ്രസവാനന്തര മരണനിരക്ക്, പിന്നെ ഹെൽത്തി ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് എത്രമാത്രം കഴിക്കുന്നുണ്ട്, നമ്മൾ രോഗാതുരമായ അവസ്ഥ, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈയൊക്കെ അവസ്ഥ വെച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുന്ന ഒരു ടേബിളാണ്. ഏതൊക്കെ രാജ്യമാണ്? ഇന്ത്യ, ചൈന, USA, ശ്രീലങ്ക. ഇന്ത്യയെ ചൈനയും അമേരിക്കയും ശ്രീലങ്കയുമായിട്ട് കമ്പയർ ചെയ്യണേ. ഏതെല്ലാം കാര്യം കമ്പയർ ചെയ്യുന്നത്? ശിശുമരണ നിരക്ക് പെർ 1000 ലൈവ് ബർത്ത് എന്ന് പറഞ്ഞാൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര പേര് മരിക്കുന്നു നോക്കിയാൽ ഇന്ത്യ 44 ഉണ്ട്, പക്ഷേ USA നോക്കിയാൽ 6 ഉള്ളൂ, ശ്രീലങ്ക 8. ബർത്ത് ബൈ സ്കിൽഡ് അറ്റൻഡൻസ്, അതായത് ഡോക്ടേഴ്സിൻ്റെ സാമീപ്യത്തിൽ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവം നടക്കുന്നത് നോക്കിയേ ശ്രീലങ്കയിലും അമേരിക്കയിലൊക്കെ എല്ലാ പ്രസവവും ഏകദേശം ഹോസ്പിറ്റലിൽ നിന്നാണ്, 99. ഇന്ത്യയിലോ 67. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിൽ ഇപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ സ്വയം പ്രസവിക്കുന്നവരൊക്കെ ഉണ്ട്. അത് റിസ്ക് ആണ്. അപ്പം അങ്ങനെയൊക്കെയാണ് പലപ്പോഴും മരിച്ചൊക്കെ പോകുന്നത്. പിന്നെ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ്, ഈ അമേരിക്കയിലും ശ്രീലങ്കയിലും നോക്കിയാൽ ചൈനയിലും അതെ 99% ജനങ്ങളും ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലരും എടുക്കുന്നുണ്ടാ? ഇല്ല. കൊറോണ വാക്സിനേഷൻ എടുക്കാൻ പോലും ഇപ്പം മടിയാണ്. ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP. GDPയുടെ എത്ര ശതമാനം ആരോഗ്യത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്? ഇന്ത്യയിൽ 3.9, ചൈന 5.1, USA 17.7. നോക്കിയേ, അത്രയും ആരോഗ്യത്തിന് വേണ്ടി ഒരു പണം ചെലവാക്കുന്നുണ്ട്. ശ്രീലങ്ക 3.3. ഗവൺമെൻറ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിൻ്റെ മൊത്തം ചെലവിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയുള്ള ചെലവ് അത് നോക്കിയാൽ ഇന്ത്യയിൽ 8.2 ആണ്, ചൈന 12.5 ഉണ്ട്, USA 20.3 ഉണ്ട്, ശ്രീലങ്ക 6.5. പല കാര്യത്തിലും ഇന്ത്യ ബാക്കോട്ടാണ് അല്ലേ? നമുക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒത്തിരി സൗകര്യമുണ്ട്, ഒരുപാട് സൗകര്യമുണ്ട്, നമ്മുടെ ആരോഗ്യ മേഖല വികസിച്ചു. ശരിയാണ്, മുന്നത്തേക്കാൾ വികസിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ അമേരിക്ക, ശ്രീലങ്ക, ചൈന ഇവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഒന്നും വലിയതല്ല. അപ്പോൾ ആ ടേബിൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ആ ടേബിൾ പറഞ്ഞ കാര്യം താഴെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി എത്രമാത്രം ആ ടേബിൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അത് വീണ്ടും പറയണോ? കാരണം മഴ വരുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ ഇനി ക്ലാസ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂലേന്ന് അറിയില്ല. എന്തായാലും നോക്കാം, പരമാവധി നോക്കാം. മഴയുടെ സൗണ്ട് വന്നാലും നിങ്ങൾ ഡിസ്റ്റർബൻസ് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ശ്രദ്ധിക്കണേ. നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എ ക്രിട്ടിക്കൽ അപ്രൈസൽ. നമ്മൾ നമ്മുടെ ആരോഗ്യ മേഖല, അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ആരോഗ്യ മേഖല ഇത്രയും വികസിച്ചിട്ടാണ് ഇനിയിപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ടേബിൾ നോക്കിയത്. അപ്പം മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വലിയതാണോ? അല്ല. അങ്ങനെ ഒരു വിമർശനാത്മകമായി നമ്മുടെ ആരോഗ്യ മേഖലയെ നമ്മൾ നോക്കിക്കാണുന്നു. ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് സ്ട്രക്ചർ. Health status of a country is assessed through health indicators like infant mortality, maternal mortality, life expectancy, nutrition and incidence of diseases. നമ്മുടെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ സൂചനകൾ അല്ലെങ്കിൽ സൂചകാംഗങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സൂചനകൾ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ നമ്മൾ കണ്ടു. And then India depends only 8.2% of total GDP on health. നമ്മുടെ GDPയുടെ 8.2% മാത്രമാണ് നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ദിസ് ഈസ് വെരി ലോ ആൻഡ് ബോത്ത് ഫോർ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. വികസിത രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയും ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഈ നമ്മൾ ചിലവാക്കുന്ന ഈ തുക വളരെ കുറവാണ്.
അതായത് ഇപ്പം നമ്മൾ കണ്ട് ശ്രീലങ്ക, അമേരിക്ക, ചൈന ഒക്കെ നമ്മൾ ചിലവാക്കുന്നതിനേക്കാൾ ഒത്തിരി ആരോഗ്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. കാരണം ആരോഗ്യമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇന്ത്യ ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന തോത് വളരെ കുറവാണ് എന്നാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. പിന്നെയോ മഴ നല്ലോണം ഇരുണ്ട് വരുന്നുണ്ട്, എന്നാലും ശ്രദ്ധിക്കുക. വിത്ത് 70% ഓഫ് വേൾഡ് പോപ്പുലേഷൻ, ഇന്ത്യ bears 20% ഓഫ് ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ്. അതായത് മൊത്തം ലോകത്തെ ജനങ്ങളിൽ 17% ഇന്ത്യയിലെ ജനങ്ങളാണ്. ലോകത്തെ മൊത്തം ജനങ്ങളെ എടുത്താൽ ഇന്ത്യയിലെ ജനങ്ങൾ 17% വരും. എന്നാൽ നമ്മുടെ അസുഖത്തിൻ്റെ തോത് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ മൊത്തം അസുഖത്തെ എടുത്താൽ അതിൽ 20% ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് അസുഖം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അസുഖത്തിൻ്റെ തോത് കൂടുതലാണ്. പിന്നെയോ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് മെഷർ ദ നമ്പർ ഓഫ് പ്രിമച്വർ ഡെത്ത് ഡ്യൂ ടു ദി പെർട്ടിക്കുലർ ഡിസീസസ്. അതായത് അസുഖം വന്ന് മരിക്കുക, ആയുസ്സെത്താതെ മരിച്ചു പോകുക എന്ന് പറയുന്നില്ലേ, അത് ഇന്ത്യയിൽ നല്ല കൂടുതലാണ് എന്ന്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് മലേറിയ, TB ആൻഡ് ഡയേറിയ അക്കൗണ്ട് ഫോർ മോർ ദാൻ ഹാഫ് ഓഫ് ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ്. നമ്മുടെ നാട്ടിൽ മരിക്കുന്നവരിൽ മെജോറിറ്റിയും എന്തുകൊണ്ടാണ്? അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നമുക്ക് കണ്ടെത്തിയാൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന മലേറിയ, TB, ഡയേറിയ, കോളറ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടാണ് ഒത്തിരി പേര് മരിച്ചു പോകുന്നത്. ആക്ച്വലി ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നിട്ടും നമുക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ആരോഗ്യ മേഖല അത്ര ഡെവലപ്ഡ് അല്ല എന്നല്ലേ. പിന്നെയോ അറൗണ്ട് 5 lakh ചിൽഡ്രൻ ഡൈ ഓഫ് വാട്ടർ ബോൺ ഡിസീസസ്, 2.2 lakh ഡൈ ഡ്യൂ ടു മാൽന്യൂട്രീഷൻ. നമ്മുടെ രാജ്യത്ത് 5 ലക്ഷത്തോളം കുട്ടികൾ ഓരോ വർഷവും വെള്ളത്തിലൂടെ അസുഖങ്ങൾ പകർന്നിട്ടും ആ അസുഖം കൂടുതലായി മരിച്ചു പോകുന്നവരാണ്. അതായത് ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നില്ല എന്നാണല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെയോ 2.2 ലക്ഷത്തോളം കുട്ടികൾ മരിക്കുന്നത് എന്താ? പോഷക ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ നല്ല പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കിട്ടാതെ കൊണ്ട് ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി കൊണ്ട് മരിക്കും, മാൽന്യൂട്രീഷൻ കൊണ്ട് മരിക്കുന്നവരാണ്. Statistics show that less than 20% of people use public health facilities. നമ്മുടെ നാട്ടിൽ 20% താഴെ ജനങ്ങളുമൊക്കെ മാത്രമേ നമ്മുടെ പൊതുവായ ആരോഗ്യ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Only 38% of PHSs have enough doctors and medicines. നമ്മുടെ നാട്ടിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ വെറും 38% ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററിൽ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ മാത്രമേ ഡോക്ടേഴ്സ് ഉള്ളൂ. മിക്ക PHSയും അവിടെ ഉണ്ട്, പക്ഷെ ഡോക്ടേഴ്സ് ഇല്ല. നാട്ടിൻപുറത്ത് PHS ഉണ്ട്, പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ട്, അല്ലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉണ്ട്, പക്ഷേ ഡോക്ടർമാരില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ നാട്ടിലൊക്കെ ആ പ്രോബ്ലം ഇല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. PHSയിൽ കൃത്യമായി ഡോക്ടർമാരില്ല, കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പല അസുഖങ്ങളും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ മനസ്സിലാക്കാൻ പറ്റാതെ ആളുകൾ മരിച്ചു പോകുന്നു. പിന്നെ കുട്ടികൾ വെള്ളത്തിലൂടെ അസുഖം പകർന്നുകൊണ്ട് കുട്ടികൾക്ക് രോഗാതുരമായ അവസ്ഥയുണ്ടാകുന്നു. മാൽന്യൂട്രീഷൻ കൊണ്ട്, പോഷകാംശത്തിൻ്റെ കുറവ് കൊണ്ട് കുട്ടികളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാ വ്യക്തികൾക്കും തികയുന്നില്ല. 20% പേർക്ക് മാത്രമേ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. മാത്രമല്ല ലോകത്തിൽ രോഗാതുരമായ അവസ്ഥ വളരെ കൂടുതലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ലോക ജനങ്ങളുടെ 17% ഉള്ളൂ. പക്ഷേ ലോകത്തെ മൊത്തം അസുഖം എടുത്താൽ അതിൽ 20% ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളതാണ്. അതും ഒരു വിമർശനാത്മകമായ വിലയിരുത്തൽ. ഇതൊക്കെ ഒരു 2 തവണ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ടീച്ചർ പറയുന്ന ഓരോ സെൻറ്റൻസും ബുക്കിലൂടെ നോക്കിയിട്ട് പോവുക. ഇനിയോ റിച്ച് പുവർ ആൻഡ് അർബൻ റൂറൽ ഡിവൈഡ്. റിച്ച് പുവർ, റൂറൽ ആൻഡ് അർബൻ ഡിവൈഡ്, അതായത് പാവപ്പെട്ടവർ, പണക്കാർ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ളവർ, പട്ടണങ്ങളിലുള്ളവർ ആരോഗ്യ മേഖലയെ എങ്ങനെ കാണുന്നു ആ വ്യത്യാസമാണ്. ഇവിടെ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യയിലെ, ചുരുക്കി ഞാൻ ആദ്യം പറയാം പിന്നെ ജസ്റ്റ് പോയിന്റ് പറയാം. ഇന്ത്യയിലെ മെജോറിറ്റി ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. എന്നാൽ കുറച്ച് ജനങ്ങൾ, അതായത് ഇന്ത്യയിൽ പട്ടണ പ്രദേശം വളരെ കുറവാണ്. ആ പട്ടണങ്ങളിൽ കുറച്ച് ജനങ്ങൾ തിങ്ങി പാർക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പട്ടണ ഏരിയ കുറവാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ എല്ലാ മെജോറിറ്റി ഹോസ്പിറ്റലും പട്ടണങ്ങളിലാണ്. ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് കൂടുതൽ, ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതൽ. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ ഹോസ്പിറ്റലില്ല, ഉണ്ടെങ്കിൽ തന്നെ PHSയേ ഉള്ളൂ. ഹയർ ലെവൽ ഹോസ്പിറ്റലില്ല, ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ടെക്നോളജി ഇല്ല, കിടത്തി ചികിത്സയില്ല. അപ്പോൾ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് പട്ടണങ്ങളിൽ വരണം.
ഡോക്ടേഴ്സിനെ, നല്ല നല്ല ഡോക്ടേഴ്സിനെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കിട്ടണമെങ്കിൽ. മാത്രമല്ല ഗ്രാമങ്ങളിലെ മെജോറിറ്റി ജനങ്ങൾ പാവങ്ങളാണ്. അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ വേണം, നല്ല ഫെസിലിറ്റി വേണം അവരുടെ നാട്ടിൽ കിട്ടണം. അതിവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് റൂറൽ, അർബൻ, റിച്ച്, പുവർ ഡിഫറൻസസ്. ഓക്കെ, നോക്കാം. ഇന്ത്യൻ സൊസൈറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബിഗ് ഇൻഇക്വാളിറ്റീസ് between rich, poor and urban and rural people. These disparities, differences, അനീതി ഉണ്ട്. Can be seen in health care also. ആരോഗ്യ മേഖലയിലും അനീതി, ഇൻജസ്റ്റിസ് ഉണ്ട്. നോക്കാം. 70% of India's population live in rural area, but only 20% hospitals are found in rural area. ജനങ്ങൾ കൂടുതൽ റൂറൽ ഏരിയയിൽ, പക്ഷേ ഹോസ്പിറ്റൽ കൂടുതൽ അർബൻ ഏരിയയിൽ, പട്ടണങ്ങളിൽ. റൂറൽ ഇന്ത്യ വിത്ത് 70% ഓഫ് പോപ്പുലേഷൻ ഹാസ് ഓൺലി 50% ഓഫ് ഡിസ്പെൻസറീസ്. ഗ്രാമങ്ങളിൽ 70% ജനങ്ങളുണ്ട്, പക്ഷേ ഡിസ്പെൻസറീസ് 50% താഴെയുള്ളൂ. റൂറൽ ഏരിയ ഹാവ് ഓൺലി 11% ഹോസ്പിറ്റൽ ബെഡ്സ്, വൈൽ അർബൻ ഏരിയ 89. കിടത്തി ചികിത്സിക്കുന്നത് ഗ്രാമങ്ങൾ വെറും 11%, ബാക്കി 89% പട്ടണങ്ങളിലാണ്. അപ്പോൾ ഗ്രാമങ്ങളിലെ ജനങ്ങൾ പട്ടണത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു. PHSs in rural area do not have facilities like X-ray, blood testing, etc. PHSൽ എക്സ്റേയും സ്കാനിങ്ങും ടെക്നോളജി ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ. റൂറൽ അതിലൊക്കെ നമുക്ക് പട്ടണത്തിൽ വരണ്ടേ. റൂറൽ ഹെൽത്ത് കെയർ ഡസ് നോട്ട് ഓഫർ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ. ഒരു പീഡിയാട്രീഷ്യനോ ഗൈനക്കോളജിയോ ഒക്കെ കാണണമെങ്കിൽ, ഒരു ഹാർട്ടിന് ഒരു ഡോക്ടറൊക്കെ കാണണമെങ്കിൽ, ഒരു കാർഡിയോളജിസ്റ്റിനൊക്കെ കാണണമെങ്കിൽ നമ്മുടെ PHSന്ന് കിട്ടുമോ? ഇല്ല, പട്ടണങ്ങളിൽ വരണം. അതും പാവങ്ങളാണ് വരുന്നത് ഗ്രാമങ്ങളിലെ. ദർ ഈസ് ഹ്യൂജ് ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ ഡോക്ടേഴ്സ് ഇല്ല, ഉള്ള ഡോക്ടേഴ്സ് വരാൻ തയ്യാറാകുന്നുമില്ല. മെജോറിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഡു നോട്ട് പ്രിഫർ ടു വർക്ക് ഇൻ റൂറൽ ഏരിയ. പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിന് ഗ്രാമങ്ങളിൽ ജോലിയെ താല്പര്യമില്ല. എന്തുകൊണ്ട്? അവിടെ അവർക്ക് ജീവിക്കാൻ നല്ല ജീവിതത്തിനുള്ള സൗകര്യങ്ങളില്ല. അവർക്ക് പട്ടണങ്ങളിലാണ് ജീവിക്കേണ്ടത്. റൂറൽ പീപ്പിൾ വിത്ത് ലോ ഇൻകം ആർ ഫോഴ്സ്ഡ് ടു സ്പെൻഡ് എ ബിഗ് പാർട്ട് ഓഫ് ദിയർ ഇൻകം ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളുടെ വരുമാനം കുറവാണ്. അവരുടെ കുറഞ്ഞ വരുമാനത്തിൻ്റെ വലിയ ഭാഗം അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്നു. ഒരു ദിവസം 500 രൂപ കൂലി കിട്ടുന്നു. ഒരു ഡോക്ടറെ കാണാൻ പോയ ഫീസ് തന്നെ മിനിമം 250 രൂപ. പിന്നെ മരുന്നിനോ അതിനേക്കാൾ പൈസ. ഒരു ദിവസം 500 കൂലിയുള്ളൂ. ഇതെല്ലാം പാവപ്പെട്ടവരുടെ അവസ്ഥ. എന്നാൽ പട്ടണങ്ങളിലെ പണക്കാരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പട്ടണങ്ങളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്. ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലില്ല. നല്ല ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ പട്ടണങ്ങളിൽ വന്ന് വലിയ പൈസ കൊടുക്കണം. ഇതാണ് നമ്മുടെ നാട്ടിലെ റിച്ച്, പുവർ, റൂറൽ, അർബൻ ഡിഫറൻസസ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ 2 തവണ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മഴയുടെ സൗണ്ട് ഉണ്ട് എങ്കിലും ഞാനിത് കംപ്ലീറ്റ് ആക്കാം. നമ്മുടെ ചാപ്റ്റർ തീരാനായി. ഇൻട്രസ്റ്റിംഗ് ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. The phenomenal growth of medical infrastructure in India due to private investment has improved the availability of health care facilities. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ ഹോസ്പിറ്റലുകൾ, സ്വകാര്യ സംരംഭങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോൾ നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ബട്ട് rural and poor population does not have access to these facilities since they are expensive. ഒരുപാട് സ്വകാര്യ മേഖല നമ്മുടെ നാട്ടിലേക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നു. അപ്പോൾ ഫെസിലിറ്റി ഒക്കെ കൂടി. പക്ഷേ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട വ്യക്തികൾക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ എളുപ്പമല്ല. കാരണം അത്ര ചിലവേറിയതല്ലേ. പിന്നെയോ ഗവൺമെൻറ് ഹാസ് ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സോൾവിങ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഇതിന് പരിഹാരം കാണണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല സൗകര്യവും എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും വേണം. ഗവൺമെൻറ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് വെരി ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഗവൺമെൻറ് സെക്ടറിലുള്ള ആരോഗ്യ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റ് ചെലവിനെ വെച്ച് നോക്കുമ്പോൾ ആരോഗ്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. Therefore, public health expenditure should increase substantially. പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആരോഗ്യ മേഖലയിൽ നല്ലൊരു വികസനം, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കാൻ പാവപ്പെട്ട ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് പറ്റൂല, ബുദ്ധിമുട്ടായിരിക്കും. ഇത് പൊതുവായ കാര്യമാണ്, മനസ്സിലാക്കിയാൽ മതിയേ. ഇനി വളരെ പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന വേറൊരു കാര്യമാണ് വിമൻസ് ഹെൽത്ത്, സ്ത്രീകളുടെ ആരോഗ്യം. നമുക്കറിയാം ഒരു പുരുഷന്റെ ആരോഗ്യം ആ വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഒരു സ്ത്രീയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത്
അവരുടെ ആരോഗ്യം മാത്രമല്ല, ഒത്തിരി ജനറേഷൻ്റെ ആരോഗ്യം കൂടിയാണ്. അമ്മ ഹെൽത്തി ആണെങ്കിൽ ഹെൽത്തി ആയ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി പറ്റൂ. മാത്രമല്ല സ്ത്രീകൾ, നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്ന സ്ത്രീകൾക്കായിരിക്കും അല്ലേ. പുരുഷന്മാർക്ക് അസുഖം കുറവാണ്. എന്തുകൊണ്ടാണ്? അവർ ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ അവർ എടുക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ കലോറീസ് വേണം, അവർക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് വേണം, റെസ്റ്റ് വേണം, ഹെൽത്ത് കെയർ വേണം. പക്ഷെ പലപ്പോഴും അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുമില്ല. അതുകൊണ്ടാണ് ഈ അസുഖങ്ങളും ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം, തലകറങ്ങുക ഇതൊക്കെ കൂടുതൽ കാണുന്ന സ്ത്രീകൾക്കാണ്. അതിന് കാരണം ഇതാണ്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലെയും സ്ത്രീകളുടെ ആരോഗ്യം, നമ്മുടെ ഓരോരുത്തരുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മളും മറ്റുള്ളവരും ശ്രദ്ധാലുക്കളായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് നോക്കാം. വിമൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഹാഫ് ദ പോപ്പുലേഷൻ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ പകുതിയോളം സ്ത്രീകളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ആർ നോട്ട് ഗെറ്റിംഗ് എ ഫെയർ ഷെയർ ഓഫ് വാട്ട് ഈസ് ഡ്യൂ ടു ദം. മൊത്തം ജനസംഖ്യയിൽ പകുതി സ്ത്രീകളാണ്. പക്ഷേ ഈ പകുതി സ്ത്രീകൾക്ക് അവർക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കൃത്യമായി കിട്ടുന്നില്ല. ദർ ആർ ബിഗ് ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജെൻഡർ ഡിസ്പാരിറ്റീസ്, അസമത്വം, സ്ത്രീ പുരുഷ തുല്യത പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. ഇൻഇക്വാളിറ്റീസ് ഉണ്ട് എന്നാണ് കാരണം. എന്തൊക്കെയാണ് എക്സാമ്പിൾ? അതിന് ഉദാഹരണമാണ്, അതായത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ ആരോഗ്യം ഒത്തിരി ശ്രദ്ധ നമ്മൾ കൊടുക്കണം, പക്ഷേ കിട്ടുന്നില്ല. ഒരുപാട് അസമത്വം അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇൻഇക്വാലിറ്റി, ഇൻജസ്റ്റിസ് വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. അതിന് ഒരുപാട് ഉദാഹരണമാണ് താഴെ പറയുന്നത്. ഫീമെയിൽ ലിറ്ററസി ഈസ് ലോവർ ദാൻ മെയിൽ ലിറ്ററസി. സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് കുറവാണ്. ഫ്യൂവർ ഫീമെയിൽ വർക്ക് ഇൻ ദ ഓർഗനൈസ് സെക്ടർ. സംഘടിത, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു, സംഘടിത മേഖല അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ. സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. മൊബിഡിറ്റി, ദാറ്റ് ഈസ് പ്രോൺനെസ് ടു ഡിസീസസ് ലെവൽ ആർ ഹയർ ദാൻ ഇൻ ഫീമെയിൽ. അതായത് മൊബിഡിറ്റി, പ്രോൺനെസ് ടു ഡിസീസസ് മൊബിഡിറ്റി ലെവൽ, അതായത് മൊബിഡിറ്റി എന്ന് പറഞ്ഞാൽ അസുഖം വരാനുള്ള പ്രവണത, അതാണ് മൊബിഡിറ്റി. മൊബിഡിറ്റി ലെവൽസ് ആർ ഹയർ ഇൻ ഫീമെയിൽസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് തുടർച്ചയായി അസുഖം വരുന്ന സ്ത്രീകൾക്ക്, അതായത് അസുഖത്തിൻ്റെ ഒരു പ്രവണത, ടെൻഡൻസി കൂടുതൽ കാണുന്നു. എന്തുകൊണ്ട്? അവർക്ക് വേണ്ടത് ഹെൽത്ത് കെയർ കിട്ടായിട്ടേ. മാൽ നെറിഷ്മെൻറ്റ് ഈസ് ഹയർ ഇൻ ഫീമെയിൽസ്. മാൽ നെറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നെറിഷ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥ, അതായത് വേണ്ടത്ര പോഷക സമ്പുഷ്ടമായ ഭക്ഷണം അവരുടെ ശരീരത്തിൽ കിട്ടാത്ത അവസ്ഥ. 50% ഓഫ് ഫീമെയിൽസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 49 ആർ അനീമിയ. 15-നും 49-നും ഇടയിലുള്ള 50% സ്ത്രീകളും അനീമിക്കാണ്. എന്താ അനീമിക്ക്? അവരുടെ ശരീരത്തിൽ ആവശ്യത്തിന് രക്തമില്ല, അവർക്ക് ഹീമോഗ്ലോബിൻ കൗണ്ട് കുറവാണ്. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് തലകർക്കൊക്കെ വരുന്നത്. അതായത് മിനിമം 12 mg ഹീമോഗ്ലോബിൻ വേണം. അതില്ലാത്തവരാണ് 15-നും 49-നും ഇടയിൽ പ്രായമുള്ള 50% സ്ത്രീകളും. പ്രിഫറൻസ് ഫോർ മെയിൽ ചിൽഡ്രൻ ലീഡ് ടു ഫീമെയിൽ ഫോയിറ്റിസൈഡ്. അതായത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ആൺകുട്ടികളെയാണ് ഇഷ്ടം. അതുകൊണ്ട് പെൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കി അതിന് ജനിക്കും മുന്നേ കൊന്നു കളയാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയും നടക്കുന്നുണ്ട്. കേരളത്തിൽ അതില്ലേ? കേരളത്തിൽ പെൺകുട്ടികൾ കൂടുതലുണ്ട്, പെൺകുട്ടികൾക്ക് കെയറും കിട്ടുന്നുണ്ട്. അപ്പോഴേ എന്തായാലും ഇന്ത്യ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ പുരുഷ അസമത്വമുണ്ട്. ഒരു സ്ത്രീയുടെ ആരോഗ്യം കുടുംബത്തിൻ്റെ ആരോഗ്യമാണ്. സ്ത്രീ ഹെൽത്തി ആണെങ്കിൽ കുടുംബം കംപ്ലീറ്റ്ലി ഹെൽത്തി ആവും. എത്രയോ ജനറേഷൻ ഹെൽത്തി ആവേണ്ടതാണ്. അതൊരമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും ഇൻജസ്റ്റിസ്, സ്ത്രീ പുരുഷ തുല്യതയില്ല. അതിൻ്റെ തെളിവാണ് നമ്മൾ പറഞ്ഞ അക്ഷരാഭ്യാസ നിരക്ക് കുറവാണ്, ഹെൽത്ത് കെയർ കുറവാണ്, നറിഷ്മെൻറ്റ് കുറവാണ്, പിന്നെ ഓർഗനൈസ് സെക്ടറിൽ ജോലി സാഹചര്യങ്ങൾ കുറവാണ്. മാത്രമല്ല പെൺകുഞ്ഞ് ജനിക്കുന്നത് പോലെ ഇഷ്ടമല്ല. മിക്ക 15-നും 49-നും ഇടയിൽ പ്രായമുള്ള മിക്ക സ്ത്രീകൾക്കും അനീമിക, ശരീരത്തിലെ ആവശ്യത്തിന് രക്തമില്ല, രോഗാതുരമായ അവസ്ഥ, മൊബിഡിറ്റി, അതായത് എപ്പോഴും അസുഖം വരാനുള്ളൊരു പ്രവണത സ്ത്രീകൾക്ക് കൂടുതലാണ്. ഇതൊക്കെ സ്ത്രീകളുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ വിമൻസ് ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളതാണ്. ഓക്കെ, ഇതിൽ തന്നെ ഗ്രാമങ്ങളിൽ വളരെ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് ഹെൽത്ത് സ്ട്രക്ചർ. ഒരു സെക്ടർ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഹെൽത്ത് സെക്ടർ.
ഹെൽത്ത് സെക്ടർ നമ്മൾ പറഞ്ഞത് ഒരു രാജ്യത്തെ ജനങ്ങൾ ആരോഗ്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്ന സൂചകാംഗങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്. അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ശിശു മരണനിരക്ക്, പ്രസവത്തോടനുബന്ധിച്ച് മരണനിരക്ക്, ആയുർദൈർഘ്യം, പോഷകാഹാരം എത്രമാത്രം കിട്ടുന്നുണ്ട്, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അതിനുശേഷം നമ്മൾ കണ്ടു നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റല്, ബെഡ്, നഴ്സസും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ 3 ടയർ സിസ്റ്റം, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ PHSയും സബ് സെൻറ്റേഴ്സ് വരും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒക്കെ. സെക്കൻഡറിയിൽ വരുമ്പോൾ കുറച്ചുകൂടി സൗകര്യമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുള്ള എക്സ്റേ സ്കാനിങ് മെഷീൻസ് ഒക്കെ ഉള്ള താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റലൊക്കെ വരും. ടേഴ്സറി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജസ് വരും. പിന്നെ നമ്മൾ ഇന്ത്യയിലെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കമ്പാരിസൺ, അല്ലെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ കമ്പാരിസൺ, അതിൻ്റെ ടേബിളൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ആരോഗ്യ മേഖല മറ്റ് രാജ്യങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ നമ്മൾ നോക്കി. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ആയുഷ് എൻ, എല്ലാത്തിനെയും ഫസ്റ്റ് ലെറ്റർ ചേർത്തിട്ടാണ് ആയുഷ് എന്നിട്ട്. ആയുഷ് എന്ന് ഓർത്താൽ നമുക്ക് ബാക്കിയെല്ലാം പറയാം. ഈ ആയുഷ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന് വേണ്ടി ഒത്തിരി വിദേശികൾ വരുന്നു. അതിനെ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നു. ഒത്തിരി പൈസ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഈ മെഡിക്കൽ ടൂറിസം സഹായിക്കുന്നതിന് കാരണം എന്താ, ഇന്ത്യയിലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചിലവ് കുറവാണ്, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ മരുന്നിൻ്റെ വിലയും കുറവാണ് എന്നാണ്. അലോപ്പതി, ഇംഗ്ലീഷ് മരുന്ന് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എല്ലാം ഫോറിനാണ്, അതുകൊണ്ടാണ് അതിന് ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടത് റിച്ച് ആൻഡ് പുവർ ഡിഫറൻസസ്, റൂറൽ ആൻഡ് അർബൻ ഡിഫറൻസസ്. റൂറൽ ഏരിയയിൽ, അർബൻ ഏരിയയിൽ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, മെജോറിറ്റി ജനങ്ങൾ റൂറൽ ഏരിയയിലാണ്, ഹോസ്പിറ്റൽസ് സൗകര്യങ്ങളും അർബൻ ഏരിയയിലാണ്. മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, പക്ഷേ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് ആ ഫെസിലിറ്റി എൻജോയ് ചെയ്യാൻ പറ്റൂല, കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ല. എന്നാൽ ഗവൺമെൻറ് സെക്ടറിൽ എല്ലാ ഫെസിലിറ്റിയും ഇല്ലതാനും. അതോടൊപ്പം സ്ത്രീകളുടെ ആരോഗ്യം, ഒരു കുടുംബത്തിൻ്റെ ഹെൽത്തിന് ഏറ്റവും പ്രധാനമായി സ്ത്രീയുടെ ആരോഗ്യം നോക്കേണ്ടത്, പക്ഷെ സ്ത്രീകൾക്ക് ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയാണ്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഇതിൽ പ്രധാനമായും എക്സാമിന് റിപ്പീറ്റഡ്ലി വന്നു കണ്ടിട്ടുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് സ്ട്രക്ചർ അല്ലെ ഹെൽത്ത് കണ്ടീഷൻ, ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സൂചനകൾ, ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്കറിയാം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പിന്നെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ചോദിച്ചേക്കാം. 3 ടയർ സ്ട്രക്ചറൊന്നും അധികം ചോദിച്ച് കണ്ടില്ല. വിമൻസ് ഹെൽത്ത് ചോദിച്ചേക്കാം. റൂറൽ അർബൻ പുവർ റിച്ച് ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ സിമ്പിളാണ്, കാരണം ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഫെമിലിയർ ആണ്. അത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ വളരെ വളരെ സിമ്പിളായ കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിലെ ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇനി എന്ത് ഫോക്കസ് ഏരിയ വന്നാലും ഇല്ലെങ്കിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരും. എസ്സേ അല്ല, ഷോർട്ട് ക്വസ്റ്റ്യനാണ് വരിക. പ്രധാനമായും എനർജി എന്നാവട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ എന്നാവട്ടെ, ഹെൽത്ത് സെക്ടർ എന്നാവട്ടെ, എന്തായാലും 3 ക്വസ്റ്റ്യനിലധികം ഒരു ടെർമിനൽ എക്സാമിന് തന്നെ ഇവിടുന്ന് വരും. അപ്പോൾ ഈ ചാപ്റ്റർ സിമ്പിളാണ്, നമ്മൾ ശ്രദ്ധിച്ചാൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് വീഡിയോ ഓൺ, ബുക്ക് തുറന്ന് വെച്ചുകൊണ്ട് വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലെ 8th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ടീച്ചർ ക്ലാസ്സിൽ കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരില്ല, 100% ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്നോ അതിൽ കൂടുതലോ തവണ കേൾക്കുക, ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോവുക, ഇമ്പോർട്ടൻ്റ് എക്സാമിന് വന്നിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞത് മാർക്ക് ചെയ്യുക, അതെല്ലാം പഠിക്കുക. ഓക്കെ, ടീച്ചർ ആവർത്തിച്ച് പറഞ്ഞത് പഠിക്കുക. പിന്നെ മുന്നേ ഞാൻ പറയുന്നത് പോലെ തന്നെ ടേബിളിൻ്റെ ഡാറ്റയൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, ടേബിളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് ഇതാണെന്ന് നമ്മളെ മനസ്സിലൊരു കൺക്ലൂഷൻ ഉണ്ടായാൽ മതി, അത്രയേ വേണ്ടൂ. ഓക്കെ, പിന്നെ എക്സാമിന് വന്ന് പറഞ്ഞ പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. ഇന്നെടുത്തതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സൂചനകൾ എന്തൊക്കെയാണ് സൂചനയായിട്ട് നല്ലതാണ് പറയാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, ഫസ്റ്റ് നമ്മൾ പഠിച്ച പോയിന്റ്സ് ആണ്. പിന്നെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആയുഷ് എന്ന് പറഞ്ഞാൽ വിമൻസ് ഹെൽത്ത്, റൂറൽ അർബൻ ഡിഫറൻസസ്, അല്ലെങ്കിൽ മെഡിക്കൽ ടൂറിസം വർദ്ധിക്കാനുള്ള കാരണം എന്താണ്, ഇന്ത്യയിലേക്ക് കുറേ വിദേശികൾ ട്രീറ്റ്മെൻറ്റ് വരാനുള്ള കാരണം എന്താണ്, ഇവിടെ ആരോഗ്യ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് കുറവാണ്, മെഡിസിൻ്റെ വില കുറവാണ്, അതൊക്കെ കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളല്ലേ. ഓക്കെ, അപ്പോഴേ നമ്മൾ 8th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി 9th ചാപ്റ്ററാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പഠിച്ച 6th ചാപ്റ്റർ ഇല്ലേ,
അത് റൂറൽ ഡെവലപ്മെൻറ്റ്സ്, അതിൽ ലാസ്റ്റ് പോർഷൻ വരുന്നില്ലേ നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് 9th ചാപ്റ്റർ. പക്ഷേ അതിനല്ല എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങുക. പക്ഷേ ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ ആ ഓർഗാനിക് ഫാമിംഗ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പഠിച്ചിട്ടില്ലേ, സുസ്ഥിര വികസനം, ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു എസ്സേ നമ്മൾ 9th ചാപ്റ്ററിൽ പഠിക്കും. 9th ചാപ്റ്ററിന് ഒരു എസ്സേ മിനിമം വരും, ഷോർട്ട് ക്വസ്റ്റ്യനും വരും. ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി.